നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് ഒമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2-3 സെറ്റ് ചുരിദാർ മെറ്റീരിയൽ കാണാം. ദാ കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഒരു യോക്കിൽ ഒരു വർക്കൊക്കെ വന്നിരിക്കുന്ന സെമി സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇതാ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സുഖമാണ് ഇടാനായിട്ട്. അങ്ങനത്തെ മെറ്റീരിയൽ ആണ്. പിന്നത്തെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് നല്ലതുപോലെ ഒതുങ്ങിക്കിടക്കുന്ന ലിനൻ അല്ല, പക്ഷെ എന്നാ ചിലപ്പോ നിങ്ങൾക്ക് ഇത് പിടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് വിചിത്ര പോലെ തോന്നും, പക്ഷെ വിചിത്രയല്ല. അങ്ങനത്തെ ഒരു നല്ലൊരു മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, യോക്കിൽ ഇതുപോലെ വർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഒരു പ്രീമിയം സെറ്റാണ് കാണിക്കുന്നത്. വേറെ ഒരു മെറ്റീരിയൽ ഓഫ് വൈറ്റിൽ ആണ് ഇത് വന്നിരിക്കുന്നത്. ഓർഗൻസയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. നിറച്ച് പ്രീമിയം സെറ്റാണ്. ഇതുപോലെ നിറച്ച് എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും സെറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇത് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയുള്ള ഒരു വാടാർമല്ലി ഷെയ്ഡാണ്. ഇതിൽ യോക്ക് കണ്ടോ, യോക്കിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സീറോ സീക്വൻസും കണ്ടോ, ഇതുപോലെ സീറോ സീക്വൻസും ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കും ഉള്ളതാണ്. പിന്നെ ഇത് വാടാർമല്ലി കളറിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ഇതിന്റെ ഈ മെറ്റീരിയലിൽ തന്നെ ഇതാ ഒരു നെഗറ്റീവ് പ്രിന്റ്സ് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് പ്ലെയിൻ അല്ല, ഫുള്ളായിട്ട് ഒരു ഫ്ലോറൽസ് ആണ് ഇതുപോലെ നെഗറ്റീവ് പ്രിന്റിൽ പോലെ പോയിരിക്കുന്നത്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന വാടാർമല്ലി കളറിൽ തന്നെയുള്ള ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കണ്ടോ, നിറച്ച് ഫ്ലോറൽസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1260, 1260. ഇപ്പൊ കാണിച്ചത് ഒരു വാടാർമല്ലി ഷെയ്ഡാണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ. ഇത് എന്ത് ബ്ലൂ എന്നാ പറയാ, സീ ബ്ലൂ അല്ല, പക്ഷെ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. 46 വരെ സൈസ് ഉള്ളവർക്ക് നല്ല സുഖമായിട്ട് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ദുപ്പട്ടി അതെ നല്ല നീളവും വീതിയും ഉള്ള ദുപ്പട്ടയാണ് കണ്ടോ. നിറച്ച് ഫ്ലോറൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിനും യോക്കിൽ ഇതുപോലെ ആണ് ഇതിന്റെ വർക്ക്. ഇതൊക്കെ നല്ലതുപോലെ ചേർന്ന് കിടക്കുന്ന തുണിയാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാൻ. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും 1260. ഇത് കാണിക്കുന്നത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതുപോലെ ഇതൊരു ഗ്രീൻ ലെമൺ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല. യെല്ലോ ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ്. അതില് അങ്ക്രക്ക പാറ്റേണിലാണ് ഇതിന്റെ യോക്ക് പോയിരിക്കുന്നത് കണ്ടോ. ഇതൊരു സെമി സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതിൽ നെക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ അങ്ക്രക്ക പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള ഇതുപോലത്തെ ഫ്ലവറിന്റെ ഓരോ മോട്ടീവ്സ് ആണ് പോയിരിക്കുന്നത്. ഇതിന്റെ ഈ സൈഡിലുള്ള ഇതുണ്ടല്ലോ, ഇത് എടുത്തിട്ട് നമുക്ക് ഈ കൈയുടെ സ്ലീവിന്റെ എൻഡിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്ലിറ്റിലൊക്കെ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ഫുള്ളും ഇതേ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ ആണ്. ഇതും 46 അല്ല 48 വരെ സൈസ് ഉള്ളവർക്ക് ഇത് തയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നതാണ് ഇതുപോലെ കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതുപോലെ നിറച്ച് ഫ്ലോറൽ ആണ്. എൻഡിൽ മാത്രമാണ് ഈ ടോപ്പിന്റെ അതേ ഡിസൈൻ ആണ് എൻഡിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയില് കാണാനായിട്ട്. ഇനി അതൊക്കെയും പോട്ടെ, ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം. അപ്പൊ ഈ പ്രിന്റ്സ് തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ഈ സെന്റർ പോർഷൻ മുഴുവൻ വന്നിരിക്കുന്നത്. ടോപ്പിന്റെ ഡിസൈൻ ആണ് എൻഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1350. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് കാണാം. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൽ ഈ ഫ്ലവറുകൾക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബോഡിയുടെ കളർ എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഫ്ലവറുകളാണ്. അങ്ക്രക്ക പാറ്റേണിൽ വന്നിരിക്കുന്ന
നെക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ ഫ്ലവറുകൾ മാത്രമായിട്ടുള്ള ഒരു ബോട്ടാണ്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട. നിറച്ച് ഫ്ലോറൽസ് ആയിട്ടുള്ള ദുപ്പട്ട, നല്ല ഭംഗിയുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1350. കളർ വന്നിരിക്കുന്നത് എല്ലാത്തിലും ബോഡി കളർ സെയിം തന്നെയാണ് കേട്ടോ. ഇതിലൊരു പീക്കോ കളർ മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറലിന്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ഡിസൈനോട് കൂടി തന്നെയാണ്. പിന്നെ ഇതിന്റെ സൈഡിലുള്ള ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ സ്ലീവിന്റെ എൻഡിലോ സ്ലിറ്റിന്റെ എൻഡിലോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇതുപോലെയാണ് അഗ്രക്ക പാറ്റേണിലുള്ള യോക്കാണ്. ഇവിടെ ഒരു കെട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നിറച്ച് ഫ്ലോറൽസോട് കൂടിയ ദുപ്പട്ട കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. നല്ലതുപോലെ ഒതുങ്ങി കിടക്കും. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1350. ചുരിദാർ വരുന്നത് ഇത് നല്ലൊരു കരിഞ്ഞ വയലറ്റ് ഷെയ്ഡില് യോക്കില് മുഴുവൻ ഇതുപോലെ ഒരു വർക്കാണ്. ഇത് ഈ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ, വർക്കിന്റെ ക്ലോസർ വ്യൂ കണ്ടോ. ഇതില് ഈ എംബ്രോയിഡറി വർക്കും ഉണ്ട്. അതിൽ വളരെ ചെറിയൊരു സീക്വൻസ്. ഈ യോക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ഈ റെക്ടാങ്കിൾ ഷേപ്പിലൊക്കെയുള്ള യോക്ക് ആവുമ്പോ നമുക്ക് ഇപ്പൊ ഇച്ചിരി വണ്ണൊക്കെ ഉള്ളവർക്ക് നല്ലതുപോലെ ഒരു ബോഡിക്ക് ഒരു ഒതുക്കം തോന്നും ഇങ്ങനത്തെ യോക്കുകളാവുമ്പോ. അപ്പൊ ഇത് വിചിത്രമല്ല ഈ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിന് തന്നെ ഒരു ഷിമ്മറിങ് ഇഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൽ തന്നെ ഈ മെറ്റീരിയൽ ഒരു ഷിമ്മർ ഇഫക്റ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ യോക്ക് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ, പ്ലെയിൻ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാ 4 സൈഡ് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും അതില് ഈ യോക്കിലുള്ളത് പോലെ തന്നെ ഒരു ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുമാണ് ഇതിൽ പോയിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വയലറ്റ് കളറ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ പിടിച്ചിരിക്കണം കേട്ടോ, ടോപ്പിന്റെ കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1160. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ഷെയ്ഡ് ആണ്. ഇതിലും യോക്കില് സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇതും 46 വരെ സൈസ് ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അത്രയ്ക്കും മെറ്റീരിയൽ ഇതിലുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാ 4 സൈഡിലും സ്കാലപ്പിന്റെ ബോർഡറോട് കൂടിയ ഈ യോക്കിലുള്ള പോലത്തെ തന്നെ ഓരോ ചെറിയ ചെറിയ എംബ്രോയിഡറി ആണ് ഇതിൽ ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതൊക്കെ നല്ലതുപോലെ ഇപ്പം ചിലർ ചോദിക്കും ചേർന്ന് കിടക്കുന്നത് കണ്ടോ, ഇതുപോലെ ചേർന്ന് കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1160. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, ഞാറയ്ക്ക കളർ, നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇത്രയ്ക്ക് ഭാഗം ഇതില് മടക്കിയിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ 47, 48 ലെങ്ത്തില് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ, അത്രയ്ക്കും മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ. പിന്നെ യോക്കിലത്തെ വർക്ക് ഇതുപോലെയാണ് യോക്കിൽ വർക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും 4 സൈഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന സ്കാലപ്പിന്റെ വർക്കോട് കൂടിയ ദുപ്പട്ടയാണ്. ഇതുപോലെ ഓരോ എംബ്രോയിഡറിയുടെ വർക്ക് സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചേർന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1160. കാണിക്കുന്നത് ഒരു പ്രീമിയം സെറ്റ് ആണ്. ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ്. നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് അങ്ങനെ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ വൈറ്റ് അല്ല കേട്ടോ, ഇത് ഓഫ് വൈറ്റ് ആണ് ഇതിൽ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതില് ഓൾ ഓവർ ബോഡി ഇതുപോലെ ഒരു ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് ഇതിൽ സ്കാറ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ലൈനിങ് ഞാൻ ഇതിന്റെ കൂടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴ്ഭാഗമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു എംബ്രോയിഡറി വർക്കും അതിന്റെ സെന്ററിൽ മാത്രം ഓരോ സീക്വൻസ് ആണ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ താഴ്ഭാഗം സ്കാലപ്പ് ചെയ്തിരിക്കുന്ന ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും 46 ഒക്കെ സൈസ് ഉള്ളവർക്ക് തയ്ക്കാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽ ആണ്.
അതുപോലെ ഇതിന്റെ ദുപ്പട്ട അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് 4 സൈഡിലും ഇതുപോലത്തെ സ്കാലപ്പിന്റെ വർക്കും ഫുൾ എംബ്രോയിഡറി ആണ്. ഈ ദാമൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേപോലത്തെ തന്നെ കട്ടിയുള്ള ഒരു തരം എംബ്രോയിഡറി വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് ഒരു ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീം കളറിലുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിരിക്കുന്നതാണ്. പ്രീമിയം ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. ഇതിന്റെ ഷാൻഡൂൺ ബോട്ടാണ് ഇതിന് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ ടോപ്പിന്റെ കൂടെ ഇവിടെ കൂട്ടി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2220. അപ്പോൾ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്